ഡിസംബർ 16 ബംഗ്ലാദേശ് വിമോചന ദിനമാണ്. 1971 ഡിസംബർ 16-ാം തീയതിയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ നിർണായകമായ വിധം പരാജയപ്പെടുത്തിയത്. പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിരുന്ന എ.കെ. നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവറും നെഞ്ചിലും ചുമലിലുമൊക്കെ കുത്തിയിരുന്ന ഔദ്യോഗിക ചിഹ്നങ്ങളും അഴിച്ചു വെച്ച് ഇന്ത്യയുടെ സേനാനായകനായിരുന്ന ലഫ്റ്റനൻറ്റ് ജനറൽ അറോറയുടെ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ അറോറ വലിയൊരു വാർ ടൈം ഹീറോ ആയിട്ട് മാറി. ഇന്ത്യയുടെ സേനാനായകന്മാരായിരുന്ന മനേക്ഷയ്ക്കും അതുപോലെ തന്നെ യുദ്ധതന്ത്രം രചിച്ച ജനറൽ ജേക്കബിനുമൊക്കെ വളരെ അഭിമാന മുഹൂർത്തമായിട്ട് അത് മാറി. അത് വലിയ ചരിത്രമാണ്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനിൽ ഇടപെട്ടത് എന്ന് ചോദിച്ചാൽ 1971 70 ഡിസംബറിലാണെന്ന് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനിൽ വലിയ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. പൊതുതെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയത് മുജീബുർ റഹ്മാൻ്റെ അവാമി ലീഗിനാണ്. പക്ഷേ അധികാരം കൈമാറാനായിട്ട് അന്നത്തെ മിലിറ്ററി ജൂണ്ട തയ്യാറായില്ല. അതിൽ കുറച്ച് ജനറൽ യഹിയ ഖാൻ്റെ പിടിവാശി ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കുത്തിത്തിരിപ്പുണ്ടായിരുന്നു. ഏതായാലും അത് വലിയ സമരത്തിലേക്ക്, വലിയ ബഹളത്തിലേക്ക് പോയി. 71 മാർച്ച് ആകുമ്പോഴത്തേക്കും അവിടെ സംഘർഷാവസ്ഥ നിലവിൽ വന്നു. മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവിടെ സമരം തുടങ്ങി. പാകിസ്ഥാൻ പട്ടാളം വലിയ തോതിൽ അമിതമായ ബലപ്രയോഗത്തിന് മുതിർന്നു. അന്ന് ടിക്ക ഖാൻ എന്ന് പറഞ്ഞ ഭയങ്കരനായ ഒരു മുട്ടാളനായിരുന്നു അവിടുത്തെ പട്ടാള മേധാവി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പട്ടാളവും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുണ്ടകളും ചേർന്ന് വലിയ തോതിൽ കൂട്ടക്കൊലകൾ നടത്തി. ബംഗ്ലാദേശീയവാദികളെയും ഹിന്ദുക്കളെയും തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തി. ഢാക്ക യൂണിവേഴ്സിറ്റിയിലേക്ക് നിരവധി വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ ചെന്ന് കൊലപ്പെടുത്തി. അൽ ബദർ, അൽ ഷംസ് എന്നൊക്കെ പേരുള്ള ചില ഗുണ്ടാ സംഘങ്ങൾ രൂപീകരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സമാധാന പ്രേമികളായിട്ട് അഭിനയിച്ചെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ കൂട്ടക്കൊല നടത്തിയത്. അതിനെ തുടർന്ന് രാജ്യത്ത് വലിയ കലാപാന്തരീക്ഷം ഉണ്ടായി. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ജീവൻ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. അഭയാർത്ഥി പ്രവാഹം എന്നാണ് പറഞ്ഞത്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു. അങ്ങനെ ആ സംഖ്യ കൂടി വന്നു. അഭയാർത്ഥി പ്രവാഹം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന്, അമേരിക്കയിൽ, ബ്രിട്ടനിൽ, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചെന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ആരുടെ ഭാഗത്ത് പറയത്തക്ക സഹായമൊന്നും കിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായിട്ട് സൈനിക സഹായ ഉടമ്പടി ഒപ്പിട്ടത്. അത് ബ്രഷ്നേവായിരുന്നു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അങ്ങനെ ബ്രഷ്നേവും ഇന്ദിരാഗാന്ധി തമ്മിൽ ഒപ്പിട്ട കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സൈനിക ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിക്കും എന്ന ഒരു നില കൈവന്നു. ഇന്ത്യയുടെ ചേരിചേരാ നയത്തിൽ നിന്നുള്ള ഒരു വ്യതിയാനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്നത്തെ നിലയ്ക്ക് അത് അനിവാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് അന്ന് പാകിസ്ഥാൻകാർ പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കടൽ കടന്ന് വെള്ളയും മല ഇറങ്ങി മഞ്ഞയും വരും എന്നാണ് ടിക്ക ഖാൻ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. കടൽ കടന്ന് വെള്ള എന്ന് പറഞ്ഞാൽ കടലിൽ കൂടി അമേരിക്കക്കാർ വരും. മല ഇറങ്ങി മഞ്ഞ എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം കിടന്ന് ചൈനക്കാരും പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വരും എന്നാണ് അവരെ പറഞ്ഞ് ബോധിപ്പിച്ചത്. പക്ഷേ ഒരാളും വന്നില്ല എന്നുള്ള ലോക ചരിത്രമാണ്. അവസാനം ഇന്ത്യൻ സൈന്യം ഡിസംബർ 3-ാം തീയതി മുതൽക്ക് അങ്ങോട്ട് ആക്രമണം തുടങ്ങുകയും പാകിസ്ഥാൻ്റെ ഡിഫൻസ് പപ്പടം പോലെ പൊടിയുകയും പാകിസ്ഥാൻ പട്ടാളക്കാർ ജീവൻ കൊണ്ട് ഓടുകയും ഡിസംബർ 16-ാം തീയതി തോക്ക് വെച്ച് കീഴടങ്ങുകയും ചെയ്തു. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുണ്ടായി ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു അന്ന് ഢാക്കയിലുണ്ടായത്. 93,000 പേർ കീഴടക്കി. അങ്ങനെ പാകിസ്ഥാൻ ധൈര്യമായിട്ട് തോൽക്കുകയും പാകിസ്ഥാനെ നമ്മൾ പാകിസ്ഥാനാക്കി മാറ്റുകയും ചെയ്തു. സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് ബംഗ്ലാദേശ് എന്ന് പേരിട്ടു. ആ യുദ്ധത്തിന് ബംഗ്ലാദേശ് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. കടൽ കടന്ന് വെള്ളയും വന്നില്ല, മലയിറങ്ങി മഞ്ഞയും വന്നില്ല. അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട ഹവായ് ദ്വീപിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ അവരിവിടെ എത്രയോ മുമ്പ് യുദ്ധം അവസാനിച്ചു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. അവസാനം ഇന്ത്യ ബംഗ്ലാദേശിനെ അംഗീകരിച്ചു, ഭൂട്ടാൻ അംഗീകരിച്ചു, ഇസ്രായേൽ അംഗീകരിച്ചു, തുർക്കിയും ഇറാനും അംഗീകരിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ പാകിസ്ഥാൻ വരെ അംഗീകരിച്ചു. ഏറ്റവും ഒടുവിലാണ് സൗദി അറേബ്യ അംഗീകരിച്ചു. പാകിസ്ഥാൻ അംഗീകരിച്ചിട്ട് സൗദി അറേബ്യക്ക് വലിയ വൈമനസ്സ് വരും. സൗദി അറേബ്യ വരെ അംഗീകരിച്ചു. ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത്ര കൊല്ലത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മുഖം ചില തെമ്പാടികൾ അടിച്ച് തകർക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടു ഇല്ലേ? ഇതാ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ സുപ്രീം കോടതി ജോയ് ബംഗ്ല എന്ന മുദ്രാവാക്യം നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ ജയ് ഹിന്ദ് എന്ന് വിളിക്കുന്ന പോലെയാണ് ജോയ് ബംഗ്ല എന്ന അവരുടെ മുദ്രാവാക്യം. അതിന് വരെ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. മുജീബുർ റഹ്മാൻ്റെ മകൾ
അവിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു ഓടിയിരിക്കുകയാണ്. അവർ ഇന്ത്യയിലെ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ തുടരും. ഹസീനയെ വിട്ടുതരിക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. യേശുവിനെ വിട്ടുതരിക, അല്ല യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ പോലെ. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ഭീകരന്മാർ ഇപ്പോൾ എന്താ ചെയ്തത്? ഇന്ത്യയുടെ പതാക നിലത്തിട്ട് ചവിട്ടുകയാണ്. ഒന്നാലോചിച്ചു, ഇന്ദിരാഗാന്ധി എന്തിനാണ് ഈ സൈനികരെ അങ്ങോട്ട് അയച്ചത്? എത്ര പേർ അതിനകത്ത് കൊല്ലപ്പെട്ടു? ഇന്ത്യക്ക് എത്ര കോടി രൂപയുടെ ബാധ്യതയുണ്ടായി ഈ യുദ്ധത്തിൽ? 71 യുദ്ധവും 72 73 വലിയ വരൾച്ചയുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകിടം മറിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ പതനത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. 71 യുദ്ധം ജയിച്ചതിന് ശേഷം 72 73 വലിയ വരൾച്ച ഉണ്ടായി, കൃഷിനാശം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചു. അതേ തുടർന്ന് വിലക്കയറ്റം ഉണ്ടായി, പണപ്പെരുപ്പം ഉണ്ടായി, വിദ്യാർത്ഥികളുടെ സമരം ഉണ്ടായി, തൊഴിലാളികളുടെ സമരം ഉണ്ടായി, റെയിൽവേ പണിമുടക്കടക്കം ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ ജനപ്രീതി കുറഞ്ഞു പോയത്. ഇന്ദിരാഗാന്ധി അവസരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ദോഷം ചെയ്ത ഒരു സംഭവമാണ് ആത്യന്തികമായിട്ട്. സാമ്പത്തികമായിട്ട് രാജ്യത്തിൻ്റെ ഭദ്രതയെ തകിടം മറിക്കുന്ന സംഭവമാണ്. നമ്മുടെ സൈനികർ എത്രയോ പേർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുള്ളയോടൊപ്പം കടലിൽ താന്നുപോയ INS കുക്രിയെ ഓർമ്മയില്ലേ? എത്രയോ പേർ അവരുടെ ജീവൻ കൊടുത്താണ് ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയ പതാക നിലത്തിട്ട് ചവിട്ടുന്നു. മറ്റുള്ളവർക്ക് ചവിട്ടാൻ വേണ്ടി അത് സർവകലാശാലയുടെ പടിവാതിലിൽ പിരിച്ചിരുന്നു. ഇതാണ് ഈ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ ബാക്കിപത്രം എന്ന് പറയാൻ ഈ വേളയിൽ വളരെ ദുഃഖത്തോടെ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്താണ് ഈ സംഭവം നടന്നത്. ഞാൻ ദേശം JBS 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വിഖ്യാതമായ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായത്. അപ്പോൾ തൊട്ടടുത്ത വിദ്യാലയത്തിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി കൂടിയിട്ട് ജാഥ വിളിച്ചുകൊണ്ടുവന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്നത്തെ മുദ്രാവാക്യങ്ങൾ ഓർമ്മയുണ്ട്. പാകിസ്ഥാൻ്റെ വെടിയുണ്ട, ഭാരത മക്കൾക്ക് എള്ളുണ്ട, യഹ്യാ ഖാൻ്റെ മയ്യത്ത്, നിക്സൻ്റെ അമ്മയുടെ നെഞ്ചത്ത് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഓർക്കും. നിക്സനായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മുദ്രാവാക്യം ഉണ്ടായത് എന്ന് ഓർക്കുന്നു. ഏതായാലും ബംഗ്ലാദേശ് വിമോചന ദിനം ആചരിക്കുന്ന, ഇപ്പോൾ വീണ്ടും കിഴക്കൻ പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആശംസകൾ നേർന്നു. ജോയ് ബംഗ്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.